ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് ഫ്രാൻസിസ് നാമധാരികളായ എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒരു ഇറ്റാലിയൻ സന്യാസിനി, ഫ്രാൻസിസ്കൻ സന്യാസ സഭകളുടെ സ്ഥാപകൻ. സമ്പന്നതയിൽ ജനിച്ചു വീണുവെങ്കിലും ദാരിദ്ര്യത്തിലും ദൈവഭക്തിയിലും ജീവിക്കുവാൻ ഇഷ്ടപ്പെട്ട് അതിനനുസരിച്ച് തനിക്കുള്ള സമ്പത്തും സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി. പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും മനുഷ്യനെയുമെല്ലാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത വ്യക്തി. രണ്ടാം ക്രിസ്തു എന്നുകൂടി അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രകൃതിയുടെയും പക്ഷിമൃഗാദികളുടെയും എല്ലാം കാവലാൾ. ഗ്രിഗറി 9 മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. പ്രകൃതിയെയും ജീവജാലങ്ങളെയും മനുഷ്യനെയുമെല്ലാം നമ്മൾ എപ്രകാരമാണ് സ്നേഹിക്കുന്നത്? ഇന്ന് പ്രകൃതിയെ നാം ചൂഷണം ചെയ്യുകയല്ലേ? പ്രകൃതിയെ സ്നേഹിക്കുവാനും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ദാരിദ്ര്യത്തിലും എളിമയിലും ജീവിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ആമേൻ.